വെക്കേഷൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ നഗര തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണമെന്ന് അതിഥിക്ക് തോന്നി. അങ്ങനെ അമ്മ വീട്ടിലേക്ക് പോകാമെന്നായി. അമ്മയുടെ വീടിനെ കുറിച്ച് ഒരുപാട് കഥകൾ അവൾ കേട്ടിട്ടുണ്ട്. അവൾക്കവിടം ഒരു സൂ പോലെയാണ്. കാരണം എല്ലാ ജീവികളും അവിടെ ഉണ്ടാകും. കാട് പോലത്തെ വീടും പരിസരവും. കരടിയും മയിലും പാമ്പുമൊക്കെ എന്നും ആ പരിസരങ്ങളിലായി ഉണ്ടാകും. പക്ഷേ അതിനേക്കാൾ ഉപരി അവൾ കേട്ട ഒരു ഭയാനകമായ കഥയുണ്ടായിരുന്നു. അമ്മയുടെ വീടിന്റെ തൊട്ടിപ്പുറത്തായി ഒരു പൊളിഞ്ഞു തുടങ്ങിയ വീട്. പഴക്കം ചെന്നതാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ പേടിപ്പെടുത്തുന്ന വീട്. രാത്രി നേരത്ത് ആ വീട്ടിലേക്ക് ആരോ വണ്ടി തള്ളി പോകുന്ന ശബ്ദം കേൾക്കാമത്രേ. പണ്ട് ആ വീട്ടിൽ രാജാവിന്റെ കോട്ടയിലെ ഭടന്മാരാണ് താമസിച്ചിരുന്നത്. യുദ്ധത്തിൽ അവരെല്ലാവരും മരിച്ചു. അങ്ങനെ അവരെയെല്ലാം ഈ ഭാഗത്ത് കൊണ്ടുവന്നാണ് കുഴിച്ചിട്ടത്. ആ സംഭവം നടന്ന് 2 തലമുറകൾ കഴിഞ്ഞു. ഇപ്പോഴും രാത്രിയിൽ ചില ശബ്ദങ്ങൾ കേൾക്കാം. പക്ഷേ അതിഥിക്ക് ഇതൊക്കെ വെറും കെട്ടുകഥകളായിരുന്നു. അങ്ങനെ അവൾ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി നല്ല മഴയായിരുന്നു. വല്യേച്ചിയുടെ കൂടെയാണ് അവൾ അന്ന് കിടന്നത്. അവിടുത്തെ ജനൽ തുറന്നാൽ രാത്രിയിലും തലയുയർത്തി നിൽക്കുന്ന ആ കെട്ടിടം കാണാമായിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലായ സമയം. വീടിന് പുറത്തുകൂടെ നായകൾ നിർത്താതെ കുരക്കുന്നു. ചില ശബ്ദങ്ങളും കേൾക്കാം. അവൾ പതിയെ എണീറ്റിരുന്നു. ജനാലച്ചില്ലിലൂടെ ഒരു വെളിച്ചം കാണാം. അവൾ ജനാലയ്ക്കരികിലേക്ക് നടന്നു. താഴെയായി ഒരു കിണറിൽ 2 പേരിരിക്കുന്നു. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത്ര ഉച്ചത്തിലാണ് അവരുടെ സംസാരം. അതെന്താണെന്നറിയാനുള്ള കൗതുകം കൊണ്ട് ഒരു ജനൽപ്പാളി തുറന്നു. അതെ, അവർ മനുഷ്യരല്ല. ഭയപ്പെടുത്തുന്ന ഒരു മുഖം. അവളുടെ തൊണ്ടകളിടറി. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ജനാല വേഗത്തിലടച്ച് അവൾ കട്ടിലിലേക്ക് ഓടി. അതൊരു സ്വപ്നമായിരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. നേരം പുലർന്നപ്പോൾ 2 നായകൾ വീടിന്റെ മുറ്റത്ത് ചത്തുകിടക്കുന്നു. പിറ്റേന്ന് രാത്രിയും അവൾ ആ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ഇവർ എന്തായിരിക്കും സംസാരിക്കുന്നത്? ഗതി അലയുന്ന ആത്മാക്കളാണോ ഇവർ? അവൾ കട്ടിലിൽ തന്നെ കിടന്നു. ജനാലയ്ക്കരികിലേക്ക് പോകാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. നേരം പുലർന്നപ്പോൾ തന്നെ ബാഗ് പാക്ക് ചെയ്ത് അവൾ ഇറങ്ങി. അവസാനമായി ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് നോക്കി. അതെ, ഇപ്പോഴും അവിടെ ആരൊക്കെയോ ഉണ്ട്. അവർ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.